പ്രിയ സുഹൃത്തുക്കൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സാണ്. സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് ഇൻറ്ററാക്റ്റീവ് പാനലിലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 15ഓളം ഫാക്റ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. 15ഉം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഫാക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ആദ്യമായി പഠിക്കാൻ പോകുന്ന ഫാക്റ്റ് ഇതാണ്. നേപ്പാളിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി? സുശീല കർക്കി നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി. സുശീല കർക്കി നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരിയല്ല. കാരണം നേപ്പാളിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്, എഴുത്തുകാരിയാണ്. അവരൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, ന്യായ് എന്ന പേരിലുള്ള ഒരു ആത്മകഥ. അതേപോലെ തന്നെ കര അല്ലെങ്കിൽ ജയിൽ എന്ന പേരിൽ ഒരു നോവലൊക്കെ രചിച്ചിട്ടുണ്ട്. എന്നാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിൽ PG പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത ആളാണ് സുശീല കർക്കി. നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്, ഓർത്തു വയ്ക്കണം, സുശീല കർക്കി. നമ്മളിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. നിർമ്മിത ബുദ്ധി, ഏയുടെ കാലഘട്ടമാണല്ലോ. AI പരിപൂർണമായും നിർമ്മിത ബുദ്ധിയിൽ AI പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മന്ത്രി. നോക്കണം, മനുഷ്യന്മാരല്ലേ സാധാരണ മന്ത്രിയായിട്ട് വരിക. എന്നാൽ ഇവിടെ AI പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മന്ത്രി ഏത് രാജ്യത്താണ് ചുമതലയേറ്റത്? അപ്പോൾ AI മന്ത്രി വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏത് രാജ്യത്താണെന്ന് അറിയാമോ? അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്ത്. സൂര്യൻ എന്ന് അർത്ഥമുള്ള ഡിയേല ഇതാണ് മന്ത്രി കേട്ടോ. ഇതാണ് മന്ത്രി. ഈ ഡിയേല എന്നാണ് ഈ മന്ത്രിയുടെ പേര്. ആ രാജ്യത്തെ, അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി ഈദി റമയാണ് ഈ ഒരു മന്ത്രിയെ നിയമിക്കുന്നത്. സാധാരണ ഒരു മന്ത്രിക്ക് കഴിയുന്നത് പോലെ എല്ലാം കഴിയും. ടെൻഡർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുതാര്യമായി നടത്താൻ കഴിയും. അവിടെ ഈ പറയുന്നത് പോലെ നിയമം വിട്ട് കളിയൊന്നും നടക്കൂല. അതായത് മന്ത്രി വന്നിരിക്കുന്നു എന്നാ. AI ലോകത്തെ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. ഒരു മന്ത്രിയാണ്. ടെൻഡർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുതാര്യമായി ഒരു കൈക്കൂലിയും ഇല്ലാതെ നടത്താൻ, ഒരു അഴിമതിയും ഇല്ലാതെ നടത്താൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അൽബേനിയാണ് രാജ്യം. ആദ്യത്തെ മന്ത്രിയാണ് കേട്ടോ, ആദ്യത്തെ മന്ത്രി. അവിടുത്തെ പ്രധാനമന്ത്രി ആരാണ്? ഈദി റമയാണ് ഈ ഒരു മന്ത്രിയെ ഈ ചുമതലയിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കുന്നത്. ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികളും ഉത്തരം പറയും എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക് ടെസ്ലയുടെ CEO ആണ്. അദ്ദേഹത്തെ മറികടന്നിരിക്കുകയാണ്. ആരാണ് മറികടന്നത്? അദ്ദേഹത്തെ മറികടന്ന ആളിൻ്റെ പേരാണ് ലോറി എലിസൺ. ലോറി എലിസൺ എന്ന് പറയുന്ന വ്യക്തി എലോൺ മസ്കിനെ സമ്പത്തിൻ്റെ കാര്യത്തിൽ മറികടന്നിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഒറക്കിളിൻ്റെ സഹസ്ഥാപനമായ എലിസന്റെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട്, ഈ എലിസൺ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് 1100 കോടി ഡോളറിന്റെ വർധന ഉണ്ടാക്കി എന്നുള്ളതാണ്. അതോടുകൂടി എലോൺ മസ്ക് 2ാം സ്ഥാനത്തേക്ക് മാറി, ഇദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് വന്നു, ലോറി എലിസൺ. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് 1100 കോടി ഡോളറിന്റെ വർധന ഉണ്ടാക്കിയത്. അതായത് ബ്ലൂംബെർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം സമ്പത്ത് വർധനവുണ്ടാക്കുന്ന ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് നേടുന്നത്. അപ്പോൾ പഠിച്ചു വച്ചിരിക്കണം, ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനക്കാരനായ ടെസ്ലയുടെ CEO ആയ എലോൺ മസ്കിനെ മറികടന്ന വ്യക്തി ഒറക്കിളിൻ്റെ സഹസ്ഥാപനമായ എലിസൺ. അതിന് ഒപ്പം സഹസ്ഥാപകനായ എലിസന്റെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 1100 കോടി ഡോളറിന്റെ വർധനവുണ്ടാക്കി 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രതിഷേധമാണ് ബ്ലോക്ക് എവരിത്തിങ്? ബ്ലോക്ക് എവരിത്തിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഫ്രാൻസിലെ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിന്റെ പേരാണ് ബ്ലോക്ക് എവരിത്തിങ്. ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിത്തിങ്? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസിലെ ഭരണാധികാരികൾക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ്
ബ്ലോക്ക് എവറിത്തിങ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് കനൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? കനൽ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് CPI എന്ന രാഷ്ട്രീയ കക്ഷിയാണ്. CPI ആണ്, CPM അല്ല. CPI ആണ് കനൽ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. നോക്കാം നമുക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കുമ്പോൾ പേരിന് മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കണമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ്? പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിൻ്റെ കത്തിടപാടുകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിമാരെയും മറ്റ് മന്ത്രിമാരെയും ഒക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ അവരുടെ പേരിന് മുന്നിൽ ഒരു ആദരസൂചകമായി ഒരു വാക്ക് ഉപയോഗിക്കണം. അതേതാണ്? ബഹു എന്ന വാക്ക്. ഏത് വാക്കാണ്? ബഹു. ബഹുമാനപ്പെട്ട എന്നതുപോലെ ബഹു. അപ്പം മന്ത്രിമാരെയൊക്കെ, മന്ത്രിമാരെയൊക്കെ പേരുകൾ കത്തിടപാടുകളിലൂടെ പരാമർശിക്കുമ്പോൾ അവരുടെയൊക്കെ പേരിന് മുന്നിൽ ഏത് പദം ചേർക്കണം? ബഹു എന്ന പദം ചേർക്കണം. 2025 സെപ്റ്റംബർ 11 അന്തരിച്ച PP തങ്കച്ചൻ 88 വയസ്സുള്ള വ്യക്തിയാണ്. ഏത് കാലത്താണ് കേരള നിയമസഭയുടെ സ്പീക്കർ പദവി അലങ്കരിച്ചിരുന്നത്? ഉത്തരം 1991 മുതൽ 1995 വരെ കേരള നിയമസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ച വ്യക്തിയാണ്. മരണപ്പെട്ടത് 2025 സെപ്റ്റംബർ 11 മരണപ്പെട്ട PP തങ്കച്ചൻ 88 വയസ്സായിരുന്നു. അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു 1991 മുതൽ 95 വരെ. അതായത് 1982 മുതൽ 19 വർഷം കേരള നിയമസഭയിൽ പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തി കൂടിയാണ് PP തങ്കച്ചൻ. ചെറുകിട കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് 1995 ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി മന്ത്രി ആയിരിക്കവെയാണ്. അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. PP തങ്കച്ചൻ കേരള നിയമസഭയുടെ സ്പീക്കർ 91 മുതൽ 95 വരെ. അപ്പോൾ ആ ഒരു വർഷക്കാലം അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ സ്പീക്കർ. മിസോറാമിലെ ആദ്യത്തെ റെയിൽപാത സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൻ്റെ പേരെന്താണ്? ഉത്തരം ബൈറാബി-സൈറാങ് എന്നാണ്. മിസോറാമിലെ ആദ്യത്തെ റെയിൽപാത സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സെപ്റ്റംബർ 13 2025 സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മിസോറാമിലെ ആദ്യത്തെ റെയിൽപാതയുടെ പേരാണ് ബൈറാബി-സൈറാങ്. എന്താണ്? ബൈറാബി-സൈറാങ്. ശ്രദ്ധിക്കണേ, 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാത തലസ്ഥാനമായ ഐസോളിനെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു. പാതയിൽ 48 തുരങ്കങ്ങളും 142 പാലങ്ങളും ഉണ്ട്. ചെറിയ ചെലവൊന്നുമല്ല. 8,000 കോടി രൂപയാണ് ചിലവാക്കിയത്. 8,000 കോടി രൂപ. മിസോറാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ റെയിൽ പാത, മിസോറാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ റെയിൽ പാതയാണ് ബൈറാബി-സൈറാങ്. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഒരു പാത മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസോളിനെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു. പാതയിൽ 48 തുരങ്കങ്ങളാണുള്ളത്. ഇവിടെ 142 പാലങ്ങളുണ്ട്. ചെലവ് 8,000 കോടി രൂപയാണ്. 8,000 കോടി രൂപ. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിലാണ് ഇവർ വിജയിച്ചത്. അവർ പേരുകളാണ്: ഒന്ന് ജെയ്സ്മിൻ ലാംബോറിയ, രണ്ടാമത്തത് മീനാക്ഷി ഹൂഡയും അതേപോലെ ജെയ്സ്മിൻ ലാംബോറിയയുമാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി മാറിയത്. 57 കിലോഗ്രാം വിഭാഗത്തിലാണ് ജെയ്സ്മിൻ ലാംബോറിയയും ഒന്നാം സ്ഥാനം നേടിയത്. മീനാക്ഷി ഹൂഡ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് ലോക ചാമ്പ്യന്മാരായത്. രണ്ടുപേരും ഹരിയാന സ്വദേശികളാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. രണ്ടുപേരും ഹരിയാന സ്വദേശികളാണ്. പോളണ്ടിൻ്റെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ജൂലിയ സെറമേറ്റ പോളണ്ടിൽ നിന്നും ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തിയാണ്. അവരെ തോൽപ്പിച്ചുകൊണ്ടാണ്
ജെയ്സ്മിൻ തൻ്റെ ആദ്യത്തെ ലോക കിരീടം നേടുന്നത് എന്നത് മധുരം വർദ്ധിപ്പിക്കുന്നു. കസാക്കിസ്ഥാന്റെ നസീം കൈസായിബയെ തോൽപ്പിച്ചുകൊണ്ടാണ് മീനാക്ഷി ഹൂഡ കിരീടം ചൂടുന്നത്. 80+ വിഭാഗത്തിൽ നുപൂർ ഷിയറൻ വെള്ളിയും 80 കിലോഗ്രാം വിഭാഗത്തിൽ പൂജാറാണി വെങ്കലവും നേടിയതോടെ ഇന്ത്യക്ക് 4 മെഡലുകളാണ് ആകെ കിട്ടിയത്. ഇംഗ്ലണ്ടിലെ ലിവർപൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് മത്സരം നടന്നത്. ഇവിടെ ജെയ്സ്മിൻ്റെയും അതേപോലെ ഹൂഡയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ലോക ബോക്സിംഗ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ 2 ഇന്ത്യക്കാർ കിരീടം ചൂടുന്നു, ചാമ്പ്യരാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പോളണ്ടിന്റെ ഒളിമ്പിക്സ് ജേതാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ജെയ്സ്മിൻ തന്റെ ആദ്യത്തെ ലോക കിരീടം നേടുന്നത്. എന്നാൽ അതേപോലെ അത്രത്തോളം പ്രധാനപ്പെട്ട കസക്കിസ്ഥാന്റെ നസീം കൈസായിബയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഹൂഡയും ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. അടുത്ത പോയിന്റിലേക്ക് വരാം. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്? ഉത്തരം 7 വിക്കറ്റിനാണ്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കോമ്പറ്റീഷനിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിനാണ്. സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അൽ ഖ്വായ്ദയുടെ തലവനായിരുന്ന ഒസാമ ബിൻ ലാദനെ 2011 മെയ് 2 പുലർച്ചെ US നേവി കമാൻഡോകൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇറങ്ങിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണം. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അൽ ഖായ്ദയുടെ തലവനായ ഒസാമ ബിൻ ലാദനെ 2011 മെയ് 2 പുലർച്ചെ US മേധാവികൾ എന്ത് ചെയ്തു? കൊലപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? ദി സർദാരി പ്രസിഡൻസി നൗ ഇറ്റ് മസ്റ്റ് ബി ടോൾഡ് എന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. ദ സർദാരി പ്രസിഡൻസി നൗ ഇറ്റ് മസ്റ്റ് ബി ടോൾഡ് എന്നതാണ് പുസ്തകം. അക്കാലത്ത് പാക് പ്രസിഡന്റ് ആയിരുന്ന ആസിഫ് അലി സർദാരിയുടെ വക്താവും വിശ്വസ്തനുമായ ഹർഹത്തുള്ള ബാബറാണ് ഇതിന്റെ രചയിതാവ്. ആരാണ് രചയിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. ഫർഹത്തുള്ള ബാബറാണ് ഈ ഒരു പുസ്തകത്തിന്റെ രചയിതാവ്. ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റുകളാണ് ഈ 11 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനധാര, ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇതുള്ളത്. അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടി. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമാണ് വനധാര. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ഇത് ഇടയ്ക്ക് വളരെ ഫേമസ് ആയി. എന്തുമായി ബന്ധപ്പെട്ടാണ്? നിയമലംഘനം നടത്തുന്നുവെന്ന പൊതു താൽപര്യ ഹർജികൾ സുപ്രീം കോടതി തള്ളിയതിലൂടെ വളരെ അധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരിടമാണ്, പുനരധിവാസ കേന്ദ്രമാണ് ഈ വനധാര. അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നതും കോടതി കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നും കോടതി കണ്ടെത്തുന്നു. മറന്നു പോകരുത്. വനധാര എവിടെയാണെന്ന് ചോദിച്ചാൽ ജാംനഗറാണ്, ഗുജറാത്ത്. അടുത്തിടെ അന്തരിച്ച ഇദ്ദേഹം ശങ്കർ കൃഷ്ണമൂർത്തി, 86 വയസ്സാണ്. ഏത് മേഖലയിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്? ഉത്തരം പരസ്യ കലാകാരൻ എന്ന പേരിൽ എന്ന മേഖലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഈ ഇടയ്ക്ക് അദ്ദേഹം മരണപ്പെടുന്നു. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസിന്റെ പേരാണ് ആരാവലി ഗുരുഗ്രാം. അത് ഹരിയാനയിലാണ്. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസിന്റെ പേരാണ് ആരാവലി. അത് ഗുരുഗ്രാമിലാണ്. 2025 സെപ്റ്റംബർ 12 ഇത് കമ്മീഷൻ ചെയ്തത്. കമ്മീഷൻ ചെയ്ത ദിവസം അതിന്റെ പേര് വളരെ പ്രധാനം, പഠിച്ചു വെക്കണം. ആരാവലി പർവ്വതനിരയുടെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത പുറത്തിറക്കുക അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ അവരെ ഇനോഗ്രേറ്റ് ചെയ്ത നേവൽ ബേസിന്റെ പേരാണ് ആരാവലി. ഗുരുഗ്രാമാണ്, ഹരിയാനയിലാണ്. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം. ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരാണ്
കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതായത് KSFE. KSFEക്കാണ് ആ സമ്മാനം കിട്ടിയത്. വിവിധ മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സമ്മാനമാണ് സ്വദേശ് സമ്മാൻ ബഹുമാൻ. ഈ ബഹുമതി ഇത് നേടുന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, നമ്മൾ KSFE എന്ന് പറയുന്നത്. ഇനി എൻഡറോമിക്സ് എന്ന പേരിൽ ഒരു ക്യാൻസർ വാക്സിൻ, എൻഡറോമിക്സ് എന്ന പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നത് ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എൻഡറോമിക്സ് എന്ന പേരിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഏത് രാജ്യമാണ്? ഉത്തരം റഷ്യ. എൻഡറോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യത്തിന്റെ പേര് ഓർത്തു വെക്കണം, അത് റഷ്യയാണ്. സെപ്റ്റംബർ 10 US-ൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്ക് 31 വയസ്സാണ്. ആരുടെ? ഭയങ്കരമായിട്ട് പത്രങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ചാർലി കിർക്ക്. ആരായിരുന്നു അത്? നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനും അത് തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ വ്യക്തിയാണ് ചാർലി കിർക്ക്. അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നു. എന്താണ് സംഭവം എന്ന് നോക്കാം. യൂട്ടോ എന്ന് പറയുന്ന ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ യുവാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. 18ാമത്തെ വയസ്സിൽ ടേണിംഗ് പോയിന്റ് എന്ന USA എന്ന് പറയുന്ന ഒരു സംഘടന രൂപവൽക്കരിച്ച് യുവാക്കളെ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആക്കാൻ ശ്രമിച്ച് വളരെ ഫേമസ് ആയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ചാർലി കിർക്ക് വളരെ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി കൂടിയാണ് വെടിയേറ്റ് മരണപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് കേട്ട പോയിന്റുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഈ 2026 നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാവും. കരുതലോടെ പഠിക്കുക, കാലിടറാതെ പഠിക്കുക. നമുക്ക് നേടേണ്ടത് 1ാം റാങ്കാണ്. വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നതല്ല, നമുക്ക് സുരക്ഷിതമായ, നമുക്ക് ജോലി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു റാങ്കിലേക്ക് എത്തിച്ചേരുക എന്നതാവണം നമ്മുടെ പ്രൈം എയിം എന്ന് പറയുന്നത്. എത്തിച്ചേരാൻ കഴിയും. ഹാജാസ് ക്ലാസ്സസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.